പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന നാട്ടിക എം.എൽ.എ. സി മുകുന്ദനെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. ബുധനാഴ്ച തിരുവനന്തപുരത്ത് സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം നടക്കുന്നുണ്ട്. യോഗത്തിൽ മുകുന്ദന്റെ വിഷയം ചർച്ചയാകും. അതിന് മുന്നോടിയായി മുകുന്ദന്റെ ഭാഗം കേൾക്കാനും നിലപാട് മനസ്സിലാക്കാനും സാധ്യമെങ്കിൽ തിരുത്താനുമാണ് വിളിപ്പിച്ചതെന്നാണ് അറിയുന്നത്. പാർട്ടിക്ക് അനുകൂലമായി മുകുന്ദൻ നിലപാട് മാറ്റാത്ത പക്ഷം സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ അച്ചടക്ക നടപടിയെടുത്തേക്കുമെന്നാണ് സൂചന. പാർട്ടി നിയോഗിച്ച പേഴ്സണൽ അസിസ്റ്റന്റ് ലെറ്റർ പാഡ് ദുരുപയോഗം ചെയ്ത് തന്റെ വ്യാജ ഒപ്പിട്ട് സർക്കാർ ആനുകൂല്യം തട്ടിയെന്ന മുകുന്ദന്റെ പരാതിയാണ് തലവേദനയായത്. ഇക്കാര്യം കാണിച്ചുകൊണ്ട് മുകുന്ദൻ നൽകിയ പരാതിയിൽ നിയമസഭാ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിൽ മുകുന്ദൻ പാർട്ടി നിർദ്ദേശത്തിന് വിരുദ്ധമായി പേഴ്സണൽ അസിസ്റ്റന്റിനെതിരെ മൊഴിയും നൽകി. കേസിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നടപടി ആവശ്യപ്പെടാൻ മുകുന്ദൻ നിയമസഭാ സെക്രട്ടറിയെ കാണാനിരിക്കുകയാണ്. മുകുന്ദന്റെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസ് കോടതിയിലെത്തുമ്പോൾ മൊഴി മാറ്റിപ്പറയണമെന്ന പാർട്ടി ജില്ലാ ഘടകത്തിന്റെ രഹസ്യ നിർദ്ദേശം പുറത്താക്കുകയും ചെയ്തു. MLA സ്ഥാനം രാജിവെക്കേണ്ടി വന്നാലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലും അഴിമതിക്ക് കൂട്ടു നിൽക്കില്ല എന്ന് മുകുന്ദൻ പരസ്യമായി പ്രഖ്യാപിച്ചത് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം സമാപിച്ച പാർട്ടി തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ മുകുന്ദനെ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. തുടർന്ന് ജില്ലാ സമ്മേളനത്തിൽ മുകുന്ദൻ ഇറങ്ങിപ്പോവുകയും ചെയ്തു. അതേസമയം കോൺഗ്രസും BJPയും തന്നെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചെന്ന CPI നേതാവും നാട്ടിക MLAയുമായ CC മുകുന്ദൻ മുൻപേ പറഞ്ഞിരുന്നു. എന്നാൽ പാർട്ടി പൂർണ്ണമായും അവഗണിച്ചാൽ മാത്രം മറ്റ് ചിന്തകളിലേക്ക് പോവുകയുള്ളൂവെന്നും പാർട്ടി ഇടപെടലിൽ പ്രതീക്ഷയുണ്ടെന്നുമായിരുന്നു CC മുകുന്ദൻ അന്ന് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പാർട്ടി സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോന്നതിന് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പലരും ക്ഷണിച്ചു, എന്നെ സംബന്ധിച്ച് നിങ്ങൾ ക്ഷണിക്കേണ്ടതില്ല എന്നാണ് ഞാൻ പറഞ്ഞതെന്നും വളരെ ത്യാഗോജ്വലമായ പങ്ക് വഹിച്ചാണ് പാർട്ടിയിൽ നിൽക്കുന്നതെന്നും നിങ്ങൾ വിളിക്കുമ്പോൾ വരാൻ പറ്റുന്ന ഒരാളല്ല താനെന്നും സാഹചര്യം വരുമ്പോൾ അപ്പോൾ ആലോചിക്കാമെന്നും അങ്ങനെ ഒരു സാഹചര്യം വരില്ല എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് നല്ല വിശ്വാസമാണെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും കോൺഗ്രസും BJPയും CITUവും ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും CC മുകുന്ദൻ പറഞ്ഞു. പാർട്ടിയിലെ ചില നേതാക്കൾ തനിക്കെതിരെ പ്രവർത്തിച്ചുവെന്ന ആരോപണം മുകുന്ദൻ ആവർത്തിക്കുകയും ചെയ്തിരുന്നു. തന്നെ ജില്ലാ കൗൺസിലിൽ നിന്നും ഒഴിവാക്കിയ നടപടിക്ക് പിന്നിൽ ചിലരുടെ താല്പര്യമുണ്ടെന്ന് MLA കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. അതേസമയം CC മുകുന്ദനെ ജില്ലാ കൗൺസിലിൽ നിന്നും ഒഴിവാക്കിയതിനെ സ്വാഭാവിക നടപടിയെന്നാണ് മുൻ ജില്ലാ സെക്രട്ടറിയായ KK വത്സരാജ് പറഞ്ഞത്. മുകുന്ദനൊപ്പം പല മുതിർന്ന നേതാക്കളെയും കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു.